അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ ഇവിടെ ഈ സൂറത്ത് കലമുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ യക്ഷിക്കഥ എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണ് എന്ന് പരിശോധിച്ചാൽ, ഖുർആൻ ഇതിൽ ഈ സൂറയിൽ ഒരു തോട്ടക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ധിക്കാരപരമായിട്ടുള്ള സമീപനം കൈക്കൊണ്ടതിൻ്റെ പേരിൽ പാവങ്ങളെ അവഗണിക്കുകയും അവർക്കൊന്നും നൽകാൻ പാടില്ല എന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ, സമ്പത്തിന് അമിത പ്രാധാന്യം നൽകിയതിൻ്റെ പേരിൽ, പരലോകത്തെ അള്ളാഹുവിനെയൊക്കെ മറന്ന് കളിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ആ തോട്ടക്കാരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അത് ഇങ്ങനെയാണ്: ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന. ആ തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ നാം അവരെ പരീക്ഷിച്ചു. ഇത് അഖ്സമു ലയസ്രിമുന്നഹ മുസ്ബിഹീൻ. നാളെ പുലർകാലെ, അതായത് ആളുകളൊക്കെ ഉണരുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അതിലുള്ള കനികളൊക്കെ പറിച്ചെടുക്കാം എന്ന് അവർ തീരുമാനിച്ചു. വലാ യസ്തസ്നൂൻ. അവരതിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയില്ല. എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കാവുന്നൊരു വിഹിതം പോലും ബാക്കി വെക്കാത്ത വിധത്തിലാണ് അവരത് മുറിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പറിച്ചെടുക്കാൻ, കൊയ്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തോടു കൂടിയാണ് അവർ അന്തി ഉറങ്ങാൻ പോണത്. അപ്പോൾ അവിടെ സംഭവിച്ചതെന്താണ്? ഫതാഫ അലൈഹ തായിഫും മിർ റബ്ബിക വഹും നായിമൂൻ. അവർ ഉറങ്ങിക്കിടക്കെ ആ തോട്ടത്തെ നിൻ്റെ നാഥങ്കൽ നിന്നുള്ള ഒരു അത്യാപത്ത് ബാധിക്കുകയാണ്. ഫാസ്ബഹത്ത് കസ്സരീം. അങ്ങനെ അത് കത്തിക്കരിഞ്ഞ കരിക്കട്ടയ്ക്ക് സമാനമായി തീർന്നു. തനാദവ് മുസ്ബിഹിൻ. എന്നാൽ ഇവരിത് അങ്ങനെ അറിയില്ല. അവർ പ്രഭാതമാകാൻ കാലത്ത് പരസ്പരം വിളിച്ചുണർത്തി, അനികുതു അലാ ഹർത്തിക്കും മിങ്കുന്തു സാരിമീൻ. തോട്ടത്തിലെ കനികളൊക്കെ അല്ലെങ്കിൽ വിളവ് കൊയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതാ നേരത്തെ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പരസ്പരം വിളിച്ചുണർത്തുന്നത്. പന്തലക്കു വഹും യതഹാഫത്തൂൻ. അങ്ങനെ അവർ ആളുകളൊന്നും കാണാതെ, അല്ലെങ്കിൽ ആളുകളെ ഉണർന്നു വരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ വളരെ പതുങ്ങിയാണ്. കാരണം ആരെങ്കിലും അറിഞ്ഞിട്ട് തോട്ടത്തിലേക്ക് ഇവർ പോകേണ്ടതെന്നും കൊയ്തെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ പോകണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചെന്ന് വല്ലതുമൊക്കെ ചോദിച്ചാലോ. അപ്പോൾ അതുണ്ടാവരുത്, ആളും അറിയരുത് എന്നുള്ളവർക്കാണ് അവർ പതുങ്ങി പോണത്. അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഒരു പാവവും വരാൻ പാടില്ല എന്ന തീരുമാനത്തോടു കൂടിയാണ് പോണത്. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. അങ്ങനെ അവർ ധൃതിപ്പെട്ട് ഇതെല്ലാം തങ്ങൾക്ക് കൊയ്തെടുക്കാൻ കഴിയുന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി, പ്രത്യാശയോടു കൂടി പോവുകയാണ്. ഫലമ്മാ റഔഹ. അപ്പോൾ തോട്ടത്തിൻ്റെ അടുത്ത് തോട്ടം കണ്ടപ്പോൾ അതെല്ലാം കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ കാലു, അവർ പറഞ്ഞു, ആദ്യം അവർ പ്രതികരിച്ചത് ഇന്നാല ലാല്ലൂൻ, ഇത് നമ്മളെ തോട്ടം തന്നെ അല്ലേ, നമുക്ക് വഴി തെറ്റിപ്പോയാന്നാ. അന്ന് അവർ തന്നെ ചിന്തിച്ചുകൊണ്ട്, അല്ലെ പരിസരമൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബൽ നഹ്നു മഹറൂമൂൻ. അല്ല, നമുക്ക് ഇത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, തടയപ്പെട്ടിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു മിതവാദി ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, കാല ഔസത്തുഹും അലം അഖുല്ലക്കും ലൗലാ തുസബ്ബിഹൂൻ. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അള്ളാഹുവിനെ, നിങ്ങളുടെ നാഥനെ പ്രകീർത്തിക്കണമെന്നും അള്ളാഹുവിനെ മറന്നുകൊണ്ട് കാര്യങ്ങൾ കൈയാളരുതെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ എന്ന് ഇയാൾ അവരോട് പറയാണ്. അപ്പോഴാണ് അവർക്ക് ബോധം ഉണരുന്നത്. അപ്പോൾ കാലവും അവർ പറഞ്ഞു, സുബ്ഹാന റബ്ബിന, നമ്മുടെ റബ്ബ് പരിശുദ്ധൻ തന്നെ, ഇന്നാ കുന്ന ലാലിമി, നമ്മൾ വലിയ അക്രമികളായിപ്പോയി. എന്നിട്ട് ഫാക്കുവല ബാലുഹും അലാ ബാലി യതലാവമോൻ. പിന്നെ അവർ തമ്മിൽ ആക്ഷേപിക്കാനും ശകാരിക്കാനും തുടങ്ങി. മറ്റോ ഇജ്ജ് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇജ്ജ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി. എന്തായിരുന്നാലും കാല യാവൈലന ഇന്നാ കുന്ന താഗീൻ. അവസാനം അവരെ തന്നെ ഓരോരുത്തരും അവനവനെ തന്നെ മൊത്തത്തിൽ പറഞ്ഞു, നമ്മൾ വലിയ ധിക്കാരികളായിപ്പോയി, എല്ലാ പരിധിയും ലംഘിച്ചു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും അസാ റബ്ബുന യുബ്ദിലന ഖൈറൻ മിൻഹ ഇന്നാ ഇലാ റബ്ബിന റാഗിബൂൻ. ഇനി ഭാവിയിൽ അള്ളാഹു ഇതിനേക്കാൾ വലിയത് നമ്മൾക്ക് നൽകാൻ സാധ്യതയുണ്ട്, നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുമ്പോട്ട് പോവാം എന്ന് ആണ് അവസാനം അവരെത്തിപ്പെട്ട തീരുമാനം. ഇത് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത് കദാലിക്കൽ അദാബ്, ഇങ്ങനെയാണ് ശിക്ഷ വരികയെന്നാണ്.
വല അദാബ്, ഇത് ദുനിയാവിലെ ശിക്ഷയാണെങ്കിൽ വല അദാബുൽ ആഖിറത്തി അക്ബർ, പരലോകത്ത് വരാനുള്ള ശിക്ഷ ഇതിനേക്കാൾ ഭയാനകമാണ്. ലൗകാനു യഅലമൂൻ, അവർ സംഗതി അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ഖുർആൻ അവസാനിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് ജബ്ബാർ പറഞ്ഞത് യക്ഷിക്കഥ. മനുഷ്യനെ ബോധവൽക്കരിക്കാൻ ഖുർആൻ പലപ്പോഴും ചില ചരിത്ര സംഭവങ്ങൾ എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് ഇത് യക്ഷിക്കഥയാണെന്ന് പറയുകയാണെങ്കിൽ ജബ്ബാർ ആ കാലഘട്ടത്തിൽ, ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, അള്ളാഹു ഇങ്ങനെ ഒരു സംഭവം ഒരു തോട്ടക്കാരുമായി ബന്ധപ്പെടുത്തി നടത്തി ആ കാലഘട്ടത്തിൽ ജബ്ബാർ ആ പരിസരത്ത് അവിടെ ജീവിച്ചിരിക്കണമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സംഗതി നടക്കാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനേക്കാൾ വല്ല വിവരമുള്ളവനായിരിക്കണം ജബ്ബാർ പറഞ്ഞ ഈ മനുഷ്യൻ. അപ്പോൾ ഇത്രയ്ക്ക് ധിക്കാരവും അജ്ഞതയും ഉള്ള ഒരു മനുഷ്യൻ, സർവജ്ഞനായ എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് യക്ഷിക്കഥയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ എത്രമാത്രം അധമനാണെന്നും ഇയാളുടെ വിവരക്കേട് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മനോഗതക്കാർ ഒരു പക്ഷേ അവർക്ക് ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വരാം, അല്ലെങ്കിൽ പരലോകത്ത് ഏതായിരുന്നാലും ഇതിനേക്കാൾ ഭയാനകമായിട്ടുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അത് ഈ ഒരു അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആർക്കും സംഭവിക്കാവുന്നതാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഖുർആനെ, ഇസ്ലാമിനെ ഒക്കെ വിമർശിക്കുകയും അവഹേളിക്കുകയും മുസ്ലിം നബിയെയും അനുചരന്മാരെയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇത്തരമുള്ള ഏത് ആളുകൾക്കും ഇങ്ങനെയുള്ള ശിക്ഷ സംഭവിക്കാം എന്നുള്ള നിലക്കാണ് വിശുദ്ധ ഖുർആൻ ഇത് എടുത്തു പറയുന്നത്. ഇതിനെയാണ് ജബ്ബാർ എന്ന് പറയുന്ന ഈ ഒരു ജബ്ബാറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ മനുഷ്യപ്പുഴു അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസിക നിലയാണ് ഇതിലൂടെ അവർ പ്രകടമാക്കുന്നത് എന്നുള്ളതാണ്.